തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 120/2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഡിസ്കഷനായിട്ടാണ്. സോ അതിൻ്റെ ജനറൽ പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതും ഇംഗ്ലീഷുമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡിമോണിറ്റൈസേഷൻ ഈസ് ഓർ ആർ ട്രൂ? ഡിമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ശരിയായിട്ട് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിമോണിറ്റൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ നേഷൻ എക്കണോമിക് യൂണിറ്റ് of exchange loses its legally enforceable validity. Demonetization is a process by which a nation economic unit of exchange loses its legally enforceable validity. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രഘുറാം രാജൻ വാസ് ദി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് അറ്റ് എ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ ഓഫ് 2016. തെറ്റാണ്. രഘുറാം രാമൻ ആയിരുന്നു 2016 ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഓൺ November 8, 2016 the central government was notified that the specified bank notes of demonetization of the existing series of the value of rupees 500 and 1000 shall cease to be legal tender with effect from November 9, 2016. 2016 November 8 സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തത് എന്താ, എക്സിസ്റ്റ് ചെയ്യുന്ന 500 നോട്ട് ഡിമോണിറ്റൈസേഷൻ ചെയ്യുക, അതുപോലെ തന്നെ 1500 നോട്ട് ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്നുള്ളതും അതിനുശേഷം അത് ലീഗൽ ടെൻഡർ ഇഫക്റ്റീവ് വന്നത് 2016 November 9 തൊട്ട്. ശരിയാണത്. ഡിമോണിറ്റൈസേഷൻ ഓഫ് 2060 വാസ് presented as an initiative of the central government targeted to address desperate evils plaguing the nation's economy, including practices of hoarding, black money and money laundering. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. സോ 1, 3, 4 എന്നുള്ളതാണ് ശരിയായ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Which of the following statement about Han Kang, who won the Nobel Prize for Literature in 2024? 2024 ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയായിരുന്നു ഹാൻ കോങ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഓക്കെ, ഹാൻ കാങ് began her career in 1993 as a poet but has since written mainly novels and short stories. Her most famous work are The Vegetarian, Human Acts and We Do Not Part. The Vegetarian was first published in 2017. The Vegetarian tells the story of graphic designer who suddenly decided to stop eating meat. അപ്പം ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹാങ്കോങ്ങിൻ്റെ കരിയർ 1993 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അദ്ദേഹം നോവൽസും ഷോർട്ട് സ്റ്റോറീസും ആയിരുന്നു മെയിനായിട്ട് എഴുതിയെന്നുള്ളത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ദ മോസ്റ്റ് ഫേമസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്, വി ഡു നോട്ട് പാർട്ട് എന്നുള്ളത്. അതും ശരിയാണ്. ദ വെജിറ്റേറിയൻ വാസ് ഫസ്റ്റ് പബ്ലിഷ് ഇൻ 2017. തെറ്റാണ്. ഓക്കെ, ദ വെജിറ്റേറിയൻ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഗ്രാഫിക് ഡിസൈനർ. വെജിറ്റേറിയൻ എന്ന് പറയുന്ന സ്റ്റോറി ഒരു ഗ്രാഫിക് ഡിസൈനറെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ടു സ്റ്റോപ്പ് ഈറ്റിംഗ് മീറ്റ് തിന്നുന്നത് പെട്ടെന്ന് നിർത്തിയൊരു ഗ്രാഫിക് ഡിസൈനറെ പറ്റി പറയുന്നതാണ് ദി വെജിറ്റേറിയൻ എന്നുള്ളത്. അതും ശരിയാണ്. സോ ദി തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 3 മാത്രമാണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് നീതി ആയോഗ ഈസ് ഓർ ഇൻകറക്റ്റ് ആയിട്ടുള്ള നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ടഡ് ദ ഫങ്ഷനിങ് സിൻസ് 1/4/2016. 2016 ഏപ്രിൽ 1 ഇത് ഫങ്ഷൻ ചെയ്തത്. തെറ്റായ പ്രസ്താവനയാണ്. എന്നാണ്
ജാനുവരി 2015 ജാനുവരി 1 തൊട്ടല്ലേ നീതി ആയോഗ്. സോ ആ ഒരു പ്രസ്താവന തെറ്റാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിങ് ഇന്ത്യയാണ്. അത് ശരിയാണ്. വൺ ഓഫ് ഇറ്റ്സ് ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം. ശരിയാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ്. നരേന്ദ്രമോദിയാണ് ഫസ്റ്റ് ചെയർമാൻ. അത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന എ മാത്രമാണ്. ഓക്കെ. ലോഡ് മാച്ച് ചെയ്യാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ലോർഡ് ലിട്ടൺ വെർണാക്കുലർ പ്രസ് ആക്ട്. ശരിയാണ്. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലോർഡ് റിപ്പൺ. അതും ശരിയാണ്. ലോർഡ് ലിൻലിത്ഗോ ഡൽഹി ദർബാർ. തെറ്റാണ്. ഓക്കെ. സെൻസസ് കൊണ്ടുവന്നത് ലോർഡ് മേയോയുടെ കാലത്ത്. അതും ശരിയാണ്. സോ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാമത്തത്. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൊണ്ടുവന്നത് റിപ്പർ പ്രഭു, സെൻസസ് കൊണ്ടുവന്നത് മേയോ പ്രഭു. ഓക്കെ. നെക്സ്റ്റ്, ടു വിച്ച് ഓഫ് ദി ഫോളോവിങ് 5-year പ്ലാൻ ദ മോട്ടോ ഗരീബി ഹഠാവോ. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന മോട്ടോ കൊണ്ടുവന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓക്കെ. അറേഞ്ച് ദ ഫോളോവിങ് ഇവൻറ്റ്സ് ഒക്കേർഡ് ഇൻ 1990 ഇൻ എക്സാക്ട് ക്രോണോളജിക്കൽ സീക്വൻസ്. 1919 നടന്ന ഇവൻറ്റ്സുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫോർമേഷൻ ഓഫ് ദി ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മിറ്റി, റൗലറ്റ് ആക്ട്, ജാലിയൻവാലാ മസാക്കർ, റെനൂസിയേഷൻസ് ഓഫ് നൈറ്റ്വുഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇതിൽ ആദ്യം നടന്നതെന്ന് പറയുന്നത് റൗലറ്റ് ആക്റ്റാണ്. ഓക്കെ. ഒന്നാമത് നടന്നത് റൗലറ്റ് ആക്ട്, രണ്ടാമത് നടന്നത് ജാലിയൻ വാലാബാഗ്. ഓക്കെ. ജാലിയൻ വാലാബാഗ്. അതിനുശേഷം മൂന്നാമത് നടന്നത് റിന്യൂവൈസേഷൻ ഓഫ് നൈറ്റ്വുഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. നാലാമത് ഫോർമേഷൻ ഓഫ് ദി ഡിസോർഡർ എൻക്വയറി കമ്മിറ്റി. സോ ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് 3, 1, 4, 2. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. മാച്ച് ഓക്കെ, സോറി, തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2, 3, 4, 1 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് നോട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. മാച്ച് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. ബ്രഹ്മാനന്ദ ശിവയോഗി അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താപദ്ധതി ബ്രഹ്മാനന്ദ ശിവയുടെയാണോ? അല്ല. ശ്രീനാരായണ ഗുരു ദർശനമാല. ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ചട്ടമ്പി സ്വാമി പ്രാചീന മലയാളം. അതും ശരിയാണ്. പ്രാചീന കേരളം ആരുടെയാണ്? അത് പ്രാചീന മലയാളമുണ്ട്, പ്രാചീന കേരളമുണ്ട്. ഒക്കെ തെറ്റിപ്പോരുത്. ചട്ടമ്പി സ്വാമികളുടെയാണ് പ്രാചീന മലയാളം. PT ഭട്ടതിരിപ്പാട് മാർക്കുടക്കുള്ളിലെ മഹാനരകം. തെറ്റാണത്. അപ്പോൾ 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഡസ് നോട്ട് മാച്ച് ചെയ്തപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഞാൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 71st നാഷണൽ ഫിലിം അവാർഡ് ഡിക്ലെയർ ഓൺ 1st August 2025 ഈസ് ഓർ ആർ ഇൻകറക്റ്റ്. തെറ്റായിട്ടുള്ള ഏതെന്നാണ്? 2025 August 1 ഡിക്ലെയർ ചെയ്ത 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 12th ഫെയിൽ ദ ഹിന്ദി ലാംഗ്വേജ് ബയോഗ്രാഫിക്കൽ ഫിലിം ഡയറക്റ്റഡ് ബൈ വിധു വിനോദ് ചോപ്ര വൺ ദ ബെസ്റ്റ് ഫ്യൂച്ചർ ഫിലിം അവാർഡ്. ബെസ്റ്റ് ഫ്യൂച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത് വിധു വിനോദ് ചോപ്രയുടെ ഹിന്ദി ലാംഗ്വേജിലുള്ള 12th ഫെയിൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറാണ്. ഓക്കെ. 12th ഫെയിലാണ് ഫ്യൂച്ചർ ഫിലിം അവാർഡ് ലഭിച്ചത്. ഇനി ഷാറൂഖ് ഖാൻ ആൻഡ്
വിക്രാന്ത് മേസി, ഷാറൂഖ് ഖാൻ്റെ വിക്രാന്ത് മേസി ബെസ്റ്റ് ആക്ടർ അവാർഡ് ഓഫ് ദെയർ. ഷാറൂഖ് ഖാൻ്റെ വിക്രാന്ത് മേസിയാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഷെയർ ചെയ്തത്. അതും ശരിയാണല്ലോ. ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയാണ് മലയാളത്തിലെ ഫ്യൂച്ചർ ഫിലിമായിട്ട് അവാർഡ് ലഭിച്ചത്. ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്ത ഉള്ളൊഴുക്ക്, അതും ശരിയാണ്. വിജയരാഘവൻ വാസ് വെൻ അവാർഡ് ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ ഫോർ ഹിസ് റോൾ ഇൻ മലയാളം മൂവി ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിലെ അതിനാണ് ബെസ്റ്റ് ആക്ടർ സപ്പോർട്ടിംഗ് ആക്ടറിനായിട്ട് വിജയരാഘവൻ അവാർഡ് കിട്ടിയെന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തെറ്റായ പ്രസ്ഥാനം എന്ന് പറയുന്നത് 4ആണ്. 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ് 2025 ആഗസ്റ്റ് 1 അത് പ്രഖ്യാപിച്ചത്. ഓക്കെ, ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് വിനോദ് ചോപ്രയുടെ 12th ഫെയിൽ എന്നുള്ളതാണ്. ഷാറുഖ് ഖാനും വിക്രാന്ത് മേസിക്കുമാണ് ബെസ്റ്റ് ആക്ടർ ലഭിച്ചത്. അത് ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയ്ക്കുമാണ്. ഷാറുഖ് ഖാന് ജവാനും വിക്രാന്ത് മേസിക്ക് 12th ഫെയിൽ എന്ന സിനിമ. ഉള്ളൊഴുക്കെന്ന് പറയുന്ന മലയാളത്തിലെ ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്ത മലയാളത്തിലെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഫ്യൂച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി റിസൾട്ട് ഓഫ് ദി ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഹെൽഡ് അറ്റ് എഗ്ബാസ്റ്റൺ ഇൻ ജൂലൈ 2025? ജൂലൈ 2025 എഗ്ബാസ്റ്റണിൽ നടന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റിൽ റിസൾട്ട് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, റിസൾട്ട് എന്തായിരുന്നു? ഇന്ത്യ ബീറ്റ് ഇംഗ്ലണ്ട് ഫോർ 336 റൺസ്. ഇന്ത്യ ബീറ്റ് ഇംഗ്ലണ്ട് ഫോർ 336 റൺസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മറയൂർ ഈസ് ഓർ ആർ ട്രൂ? മറയൂറുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറയൂർ ഈസ് എ സ്മാൾ ടൗൺ സിറ്റുവേറ്റഡ് ഇൻ ഇടുക്കി താലൂക്ക്. തെറ്റാണ്. ദർ എക്സിസ്റ്റ് സം പ്രീ ഹിസ്റ്റോറിക് റോക്ക് പെയിൻറ്റിങ്സ് ഇൻ മറയൂർ. ശരിയാണ്. ചില പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റോക്ക് പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ ഉണ്ട്. മറയൂർ എന്ന് പറയുന്നത് ചന്ദനമരങ്ങളുടെ കാടുകൾക്ക് ഫേമസ് ആണ്. അതും ശരിയാണ്. ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ മറയൂർ ഈസ് ദ സീനിക് പാമ്പ റിവർ. അതും ശരിയാണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 2, 3, 4 എന്നുള്ളത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് സ്റ്റോപ്പ് ടാക്കിംഗ്. പ്ലീസ് സ്റ്റോപ്പ് ടാക്കിംഗ്. വിൽ യു? ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. Discrepancy. Discrepancy means consistency. Discrepancy means consistency. Pick out the right synonym for the word awful from the option. Awful. Awful ഓപ്ഷനിൽ നിന്ന് awful എന്ന് പറയുന്ന റൈറ്റ് സിനോണിം എടുക്കുക എന്നുള്ളതാണ്. അതാണ് ടെറിബിൾ. Find the meaning of idiom beat around the bush. Beat around the bush എന്നുള്ളതിൻ്റെ idiom ഏതാണ്? Avoid saying something. Complete the sentence with the correct preposition from the choice given. We are very excited dash our trip to Dubai next week. We are very excited about our trip to Dubai next week. Write the right form of the verb that agrees with the subject. In his garden, the lights dash on automatically. In his garden, the lights turn on automatically. Write the comparative form of the adjective in the sentence. Write the correct form of the adjective in the sentence given. Michaela is dash than her sister. Michaela is dash than her sister. Taller. Fill in the blank with a suitable article. This is dash man I saw in Malaysia.
This is the man I saw in Malaysia. Choose the right one from the option to form the correct phrasal verb. We could not take dash our jackets in the whole trip. It was very cold everywhere. We could not take off our jacket. Select the word with the correct spelling. Mr. Naveen introduced the new dash to the PTA members. Introduced principal. The new principal. ഇത്രയാണ് ഇംഗ്ലീഷും ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്.